ഇന്നെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്ന കാലമാണ്. സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ് എല്ലാവരും. അതിൽ തന്നെ നമുക്കൊരു റീലോ മറ്റോ കാണാനായിട്ടിരുന്നാൽ പോലും നമുക്ക് ആ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് ഒന്നും അതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനായിട്ട് പലർക്കും പറ്റാറില്ല. അത്രയും മാത്രം ഫാസ്റ്റ് ആയിരിക്കുകയാണ് നമ്മുടെ ലോകം. അപ്പം തന്നെ നമുക്ക് ആലോചിച്ചറിയാം, വായിക്കാനൊക്കെ പഴയ കാലത്തെ ആളുകൾ വായിച്ചിരുന്ന പോലെയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ ശരിക്കും വായിക്കണില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇൻട്രസ്റ്റ് മാറി, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഫാസ്റ്റായി മാറി. അപ്പോൾ ഈ കാലത്ത് നമുക്ക് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വായിക്കാനായിട്ട് തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ അത് ഇറങ്ങേണ്ടതിൻ്റെ ആ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. അതിലും പല പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എഴുത്തിൽ വരണം, അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നണം എന്ന രീതിയിൽ എഴുതണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കങ്ങനെ ഇരുന്ന് വായിക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് അടുത്ത കഥയിലേക്ക് നമുക്കിങ്ങനെ വായിച്ച് പോകാനൊരു ഇൻട്രസ്റ്റ് തരുന്ന ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ജല്ലിക്കെട്ടിൻ്റെ കഥാകാരൻ നജീബ് PM ആണ് ഇന്ന് നമ്മുടെ കൂടെ മീഡിയപീഡിയയിലുള്ളത്. നമസ്കാരം. ജല്ലിക്കെട്ട് എന്ന് പറയുമ്പോൾ ഇത് ആദ്യമായിട്ടുള്ള ഒരു കഥാസമാഹാരമാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഒരുപാട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കഥകൾ, അല്ലേ? കഥകൾ എഴുതിയിട്ടുണ്ട്, അത് മാഗസിനിലും മറ്റു കയറ്റി. പക്ഷെ ഒരു പുസ്തകമായിട്ട് ഇറക്കുന്നത് ആദ്യമായിട്ട് ജല്ലിക്കെട്ടാണ്. അപ്പൊ നമ്മൾ ഈ ജല്ലിക്കെട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് അനുഭവങ്ങളാണെന്ന് നമുക്ക് തോന്നും. വായിക്കുന്ന സമയത്ത് അത്രയും അടുപ്പം തോന്നുന്ന കഥകളാണ്. ഇതൊക്കെ അനുഭവങ്ങൾ തന്നെയാണോ? അതില് ജല്ലിക്കെട്ട് എന്ന കഥ ഒഴിച്ച് ബാക്കിയെല്ലാം അനുഭവങ്ങളിൽ നിന്നാണ്. ഈ കഥ മാത്രം വ്യത്യസ്തമായി നിന്നുകൊണ്ട് അതിന്റെ പേര് ജല്ലിക്കെട്ട് പെട്ടെന്ന് കേച്ചേണ്ട ഒരു പേരാണ്. അപ്പൊ ജല്ലിക്കെട്ട് എന്നിട്ട് 12 കഥകളുടെ ഒരു ജല്ലിക്കെട്ടാണ് ഈ പുസ്തകം. ഇതിലുള്ള എല്ലാ കഥകളും കുഞ്ഞു കഥകളാണ്. വായിക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഒരു അടുപ്പം തോന്നും, വായിക്കാനായിട്ട് മടുപ്പ് തോന്നില്ല. വളരെ ചുരുക്കി ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചുരുക്കി പറയുന്ന കഥകളാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് അടുത്തതിൽ എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട്. ബുക്കിലുള്ള എല്ലാ കഥകൾക്കും അതെ. ജല്ലിക്കെട്ടിൽ നമ്മൾ തുടങ്ങുമ്പോൾ അത് നമ്മളെ ഇമോഷണലി കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവസാനം നമ്മളൊരു സിനിമയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന പോലെ തന്നെയാണ് ഇതിലെ കഥകളും. ഇത് വായിച്ച് അവസാനം അതിന്റെ ഒരു ക്ലൈമാക്സിൽ നമുക്കൊരു സന്തോഷം തരുന്ന കഥകളാണ്. ജല്ലിക്കെട്ട് അനുഭവമല്ല എന്ന് പറഞ്ഞത് കാരണം അത് അങ്ങനത്തെ ഒരു കഥയാണ്. അത് അനുഭവമാണെങ്കിൽ ഇന്ന് പല കേസുകളും വരും. അത് സമകാലിക വാർത്തകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥയാണ്. ശരിക്കും സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു കഥയാണ്, അല്ലേ? നമ്മള് സിനിമ കാണുന്ന ഒരു രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. അതിന്റെ ഒരു ദൃശ്യാത്മകമായിട്ടുള്ളൊരു ആഖ്യാന രീതിയാണ് ആ കഥയ്ക്കുള്ളത്. അതാണ് അതിന്റെ ഒരു ഭംഗി. അതെ, ആദ്യം ഇപ്പൊ നടക്കുന്ന ഒരു സംഭവം പറയുന്നു, പിന്നെ പാസ്റ്റ് പറയുന്നു, അത് കഴിഞ്ഞ് വീണ്ടും കറന്റ് ആ സിറ്റുവേഷനിലേക്ക് വരുന്നു. അപ്പൊ ഇത് വായിക്കുമ്പോൾ ശരിക്കും നമ്മള് സിനിമയിൽ പറയുന്ന ആ ഒരു രീതിയിൽ എഴുതി എന്നുള്ളതാണ് ജല്ലിക്കെട്ടിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. അതും വളരെ ലളിതമായിട്ട് ആളുകൾക്ക് വളരെ ഇഷ്ടമായി നിഷ്കളങ്കമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. വളരെ എല്ലാവർക്കും അടുപ്പം തോന്നും. ആ കഥാപാത്രങ്ങളോടൊക്കെ ഒരു പ്രത്യേക അടുപ്പം തോന്നുന്ന രീതിയിലാണ് പറഞ്ഞത്. ആമിനെ ആവട്ടെ, ഹൈദർ ആവട്ടെ, എല്ലാവരും നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു അവരോട്. അതുപോലെ തന്നെ അവർക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് അവരെ വിഷമം തോന്നുകയാണ് നമ്മൾക്ക് അവരുടെ ജീവിതത്തിൽ ആ ഒരു സന്ദർഭം ആലോചിക്കുമ്പോൾ. അത് കഴിഞ്ഞ് അവസാനത്തിൽ നമുക്ക് ഹൈദറിനോടൊപ്പം നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുകയാണ്. ആ ഒരു കഥ വളരെ ചുരുക്കിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അത് ഒരുപാട് നീണ്ട കഥയൊന്നും അല്ലല്ലോ, ചെറുകഥയാണ്. ഒരു ഇഷ്ടത്തോടു കൂടെ നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത കഥ വായിക്കാനുള്ള ഒരു ഇഷ്ടം വരികയാണ്. അടുത്ത കഥ വരുമ്പോൾ വീണ്ടും വേറൊരു തലത്തിലുള്ള കഥയാണ്. അങ്ങനെ ഓരോ കഥയും വ്യത്യസ്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 12 കഥകളും വ്യത്യസ്തമായ കഥയാണ്. ഒന്നിന്റെ തുടർച്ചയല്ല, ഒരു സാമ്യമില്ല. അത് അങ്ങനെ എഴുതിയപ്പോ ഒന്ന് സംഭവിച്ചു പോയതാണ്. ഇതിപ്പോ രണ്ടാമത്തെ കഥയില് ഒരുത്തി കരിങ്കല്ല് പോലെ ഒരുത്തി. ജല്ലിക്കെട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം അനുഭവങ്ങളാണെന്ന് പറയുമ്പോൾ ഇതടക്കം എല്ലാ അനുഭവമായിരിക്കും, അല്ലേ? അതെ, അത് ആ ബസ്സിലെ ഒരു യാത്രക്കാരൻ ഞാനായിരുന്നു. അപ്പോ അതിലുണ്ടായ സ്ത്രീക്കുണ്ടായ ഒരു അനുഭവം, അത് പിന്നെ ഞാൻ ചിന്തിച്ചു എങ്ങനെ ഈ സ്ത്രീ എന്തുകൊണ്ടായിരിക്കും, എങ്ങനെ പാസ്റ്റ് എങ്ങനെ ആയിരിക്കും എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ആശയം കിട്ടി, ഈ പേര് കൊടുത്തു കരിങ്കല്ല് പോലെ ഒരുത്തി. കാരണം കരിങ്കല്ല് പോലെ ഒരു പ്രതികരണം ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷെ സ്ത്രീ അവസാനം ഒരു തീയായി മാറി. കരിങ്കല്ല് പോലെ ഒരു ഒരുത്തിയാണ്, അത് ഒരു തീയായി. അപ്പൊ ഒരു ശക്തമായ ഒരു കഥാപാത്രത്തെ അതിൽ രാജം എന്ന കഥാപാത്രം അവതരിപ്പിച്ചാണ്. അതിലിങ്ങനെ പറയുന്നുണ്ട്, തിരിഞ്ഞു നോക്കാതെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂടിനെ വകവെക്കാതെ ആ ഒരു തീ സാരിയുടെ തലപ്പ് അരയിൽ കുത്തി ഉറച്ച കാലടികളോടെ മുന്നോട്ട് നടന്നുപോയി എന്നാണ് ആ കഥ അവസാനിപ്പിക്കുകയും അങ്ങനെയാണ്. ആ പേരിനോട് ശരിക്കും അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ആ ഒരു ലാസ്റ്റ് സെന്റൻസ് വരുന്നത് തന്നെ. അങ്ങനെ കരിങ്കല്ല് പോലെ ഒരുത്തിയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ കഥകളും ഒപ്പം തന്നെ പ്രവാസ ജീവിതത്തിലെ കഥകളും വരുന്നുണ്ട്. 2-3 കഥകള് 4 കഥകള് പ്രവാസ ജീവിതത്തില്. അപ്പോ അത്തരം അനുഭവങ്ങളൊക്കെ പ്രവാസിയായിരുന്നു. ഇപ്പൊ ഇവിടെ മാഷാണ്, നമുക്കറിയാം. അപ്പൊ മുൻപ് പ്രവാസിയായിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞ് ഗസ്റ്റ് ആയിട്ട് പോയിരുന്നു. ഹയർ സെക്കൻഡറിയില് 1 വർഷം ഗസ്റ്റ് ആയിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞൊരു ഇടവേള എടുത്ത് 2 വർഷം ഗൾഫിൽ പോയിരുന്നു. പിന്നെ വന്ന് രണ്ടാമത് വീണ്ടും പോയി. 4 വർഷം ഗൾഫിലെ ജീവിതം ആസ്വദിച്ചല്ല, ജോലിയായിട്ട് തന്നെ പോയിരുന്നു. അപ്പൊ ആ ജീവിതത്തിലുണ്ടായ ധാരാളം അനുഭവങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇതൊക്കെ ഒരു കഥകളാക്കി എഴുതണം എന്നൊക്കെ. അന്ന്
വിചാരിച്ചാൽ നടന്നില്ല. ഇപ്പോൾ ഒരു 7 വർഷത്തിന് ശേഷം ആ അനുഭവങ്ങൾ ഒരു 4 കഥയായി. ഇനി ധാരാളം അനുഭവമുണ്ട്, എനിക്കുണ്ടായതും എൻ്റെ കൂട്ടുകാർക്ക് ഉണ്ടായതുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എൻ്റെ ലൈഫിൽ സംഭവിച്ച അല്ലെങ്കിൽ ഞാൻ സംഭവിച്ചിട്ട് ഞാനത് പരിചയപ്പെട്ട കഥകളാണ് അതിലുള്ളത്. നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചതും കൂട്ടുകാരുടെ ലൈഫിൽ നമ്മൾ കണ്ടതുമായിട്ടുള്ള കഥകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കഥ എഴുതാൻ തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? കോളേജ് പഠനകാലത്താണോ അതോ സ്കൂളിലാണോ? സ്കൂൾ പഠനകാലത്ത് തന്നെ എഴുതിയിരുന്നു. പക്ഷെ അന്ന് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നമ്മൾ കവിതാ രചന ആളുണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ പങ്കെടുക്കും. അപ്പോൾ കഥയ്ക്ക് സമ്മാനം കിട്ടിയിരുന്നു, കവിതയ്ക്ക് തന്നെ കിട്ടിയിരുന്നില്ല. അപ്പം അന്നേ കഥയോട് ഇഷ്ടമായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി പഠനകാലത്ത് കഥകൾ എഴുതും, കൂട്ടുകാരെ കാണിക്കും. അന്ന് വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ പോയി, അത് എഴുതി വെച്ചൊന്നുമില്ല. അപ്പോൾ അതിനും നല്ല അഭിപ്രായങ്ങൾ കിട്ടി. പിന്നെ ഡിഗ്രി പഠനകാലത്തും എഴുതുന്നു. കേരള കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ മാത്സിൽ കഥകൾ വന്നിരുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് PGയോട് കൂടിയിട്ട് കഥകളുടെ അടുത്തുനിന്ന് ആ പരിസരത്ത് നിന്ന് മാറി. പിന്നെ ഗൾഫിൽ പോയതോടുകൂടി കഥ തീർത്തും നിർത്തി എന്ന് പറയാം. ഇതിന് ശേഷം ഇപ്പം എൻ്റെ പഴയ കൂട്ടുകാർ കണ്ടപ്പോൾ എന്താണ് കഥ ഒന്നും എഴുതാത്ത, എടുത്ത് നിർത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും എഴുതി തുടങ്ങിയിരുന്നില്ല. ഇതിലെ 12 കഥകളും യുവേഗാദർ കഥ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എഴുതിയ കഥകളാണ്. ഒരു വെക്കേഷനിൽ കറക്റ്റ് ഒരു 6 മാസത്തോളം ഉള്ളൊരു എഴുത്തിൻ്റെ കഥകളാണ്. 15 കഥകൾ എഴുതി, അതിൽ 12 കഥകൾ അതിലേക്ക് തിരഞ്ഞെടുത്തു. അതിൻ്റെ ഫൈനൽ റൗണ്ടിലെത്തി. അപ്പോൾ മികച്ച അഭിപ്രായം വന്ന കഥകൾ പുസ്തകമാക്കുക എന്നുള്ളൊരു നിർദ്ദേശം സുഹൃത്തുക്കളിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെയാണ് ജല്ലിക്കെട്ട് പിറക്കുന്നത്. ജല്ലിക്കെട്ടിന്റെ പ്രവിയുടെ രഹസ്യം. അപ്പൊ വെറും 6 മാസം കൊണ്ട് എഴുതിയ കഥകളാണ് ഇതിലെ 12 കഥകൾ. 6 മാസമാണെങ്കിലും അതിലെ അനുഭവങ്ങള് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അത് കഥകളാവാൻ സമയം എടുത്തു. പക്ഷെ നമ്മൾ ഈ മനസ്സിലുണ്ടായിരുന്ന പല അനുഭവങ്ങളും എഴുതി നമ്മളൊരു പുസ്തക രൂപത്തിലാവാൻ വെറും 6 മാസം എടുത്തിട്ടുള്ളൂ. 12 കഥകളുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള കഥകൾ അടങ്ങിയ പുസ്തകമായിട്ട് വെറും 6 മാസം കൊണ്ടാണ് ഇത് എഴുതിയത് അല്ലേ? അതും ഇതിൽ നിന്ന് പല കഥകളും ആ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എഴുതിയിട്ട് അതിൽ പല കഥകളും സെലക്ടഡ് ആവുകയും ചെയ്തു. അപ്പൊ അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അഭിപ്രായം വന്ന കഥകളാണ് ഈ 12 കഥകളും. മൊത്തം എത്ര കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഒരു? അതില് 15 കഥകൾ എഴുതിയിരുന്നു. അപ്പൊ 3 കഥകൾ ഞാനായിട്ട് മാറ്റി നിർത്തിയതാണ്. ഒരേ ശൈലിയിൽ വരുന്ന കഥകളാന്ന് കണ്ട് മാറ്റി നിർത്തിയതാണ്. വ്യത്യസ്തമായ 12 കഥകളാണ് നമ്മൾ ജല്ലിക്കെട്ടിലേക്ക് എടുത്തത്. അപ്പൊ ഈ 12 കഥകളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഇത് വായിച്ച് മികച്ച അഭിപ്രായം വന്ന കഥകളാണ്. അത് തന്നെയാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് വായനക്കാർക്കും ഒരുപാട് ഇഷ്ടം തോന്നുന്നതിന്റെ കാര്യം അത് തന്നെയായിരിക്കും. ഇങ്ങനെ മത്സരിച്ച് വിജയിച്ചു വന്ന കഥകളാണ്. അപ്പൊ ഇത് ഈ ഒരു വലിയ ഗ്യാപ്പ് എഴുതാതിരുന്നു പറഞ്ഞില്ല, ആ ഒരു ബ്രേക്ക് നമ്മുടെ എഴുത്തിനെ ബാധിച്ചിട്ടുണ്ടോ? കുറെ വർഷങ്ങൾ എഴുതാതിരുന്ന് വീണ്ടും എഴുതുമ്പോ? ഇല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോ എഴുതുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. മുമ്പ് നമുക്ക് എഴുത്തിനെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ധാരാളം പുസ്തകം വായിച്ച് ഞാൻ എടപ്പാൾ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്, ഹൈസ്കൂളിൽ. അപ്പൊ ലൈബ്രറി ചാർജും ഉണ്ട്. അപ്പോൾ പുതിയ പുസ്തകങ്ങളൊക്കെ വരുമ്പോൾ ഇരുന്ന് വായിക്കും. അത് വായിച്ചപ്പോൾ നമുക്ക് എഴുത്തിനെ കുറിച്ച് പുതിയ ഒരു ചിന്താഗതികൾ രൂപപ്പെട്ടു വരാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര നല്ല ഗ്യാപ്പ് വന്നത് നല്ലതിനാവുന്നു. കാരണം അന്ന് എഴുതാണെങ്കിൽ ചിലപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല, അതിനെ സൂക്ഷിച്ചു വെക്കുന്നൊരു സ്വഭാവമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ വാട്സപ്പിൽ ഒക്കെ ഉള്ളതുകൊണ്ട്, മെയിലുള്ളതുകൊണ്ട് എഴുതിയ എഴുത്തൊക്കെ അതിൽ കിടക്കും. ഒരു അപ്ഡേഷന്റെ സമയമായിരുന്നു അല്ലേ ഈ ഒരു ബ്രേക്ക്? അപ്ഡേഷൻ ആയിരുന്നു. അപ്പൊ നമ്മള് ഇങ്ങനെ വീണ്ടും ഇപ്പൊ എഴുതാൻ തുടങ്ങുമ്പോ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, മാഷാണല്ലോ. അപ്പോ ഈ ഒരു സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെതായ കുറെ ജോലികളുണ്ട്. ആ ഒരു സമയം, തിരക്കിട്ട സമയത്തിനിടയിലും എഴുതാനായിട്ട് സമയം കണ്ടെത്തുന്നത് എപ്പോഴായിരിക്കും? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ പാലപ്പള്ളി എന്നൊരു ഗ്രാമമാണ്. അത് ടൗണിൽ നിന്നൊരു ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റോപ്പ് ആണെങ്കിൽ പറയാം. പിന്നെ ചിമ്മിനിടാം, പിന്നെ കാടാണ്. റബ്ബർ തോട്ടങ്ങളൊക്കെ നിറഞ്ഞ മലകളും താഴ്വരകളും നിറഞ്ഞൊരു മനോഹരമായ സ്ഥലം. അതൊക്കെ പല കഥകളിലും എൻ്റെ കഥകളുടെ പശ്ചാത്തലമൊക്കെ ഒരു വിധം ഇവിടെയുള്ള കഥകളിലൊക്കെ അത് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് ടൗണിലെത്തണമെങ്കിൽ ഒരു 30 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. പിന്നെ ഇവിടുന്ന് എടപ്പാൾ പോകണമെങ്കിൽ വീണ്ടും ഒരു 45 കിലോമീറ്ററോളം. അപ്പൊ എനിക്ക് ദിവസത്തിൽ 5 മണിക്കൂർ യാത്ര വരുന്നുണ്ട്. അപ്പൊ ഈ യാത്രയുടെ ഇടയിലാണ് കൂടുതൽ കഥകളുടെ വൺലൈൻ കണ്ടെത്തുന്നതും കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നതും എഴുതി തുടങ്ങുന്നതും. അത് മൊബൈലിൽ നമ്മളത് വോയിസ് നോട്ടായിട്ട് കഥകൾ അപ്പോൾ റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ എഴുതും. പിന്നീട് ഇതുവരെ ഈ കഥകളൊന്നും പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഇതെല്ലാം ആ യാത്രയിൽ അങ്ങനെ എഴുതിയും വീട്ടിൽ വെച്ച് അതിനെ എഡിറ്റ് ചെയ്തെടുത്തിട്ടുള്ള കഥകളാണ്. അപ്പൊ അത്ര ഒരു സമയം കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം ഒരു 5 മണിക്കൂർ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാനും ഇതുപോലെ കഥകള് ഒരുക്കിയെടുക്കാനുള്ളൊരു സമയം കൂടി കിട്ടിയെന്നാണ് ഈ യാത്ര കൊണ്ടുണ്ടായ ഒരു ഗുണം. ആ യാത്രയിൽ നിന്ന് ഒരുപാട് ആളുകളെ കാണുന്നു, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുന്നു, അതും കഥയാക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ കരിങ്കല്ല് പോലൊരുത്തി അങ്ങനെ യാത്രയിൽ കിട്ടിയ കഥയാണ്. നമ്മൾ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമായിട്ടാണല്ലോ അത്. ശരിക്കും അത് അവിടെ നടന്ന ഒരു സംഭവം തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള പല അനുഭവങ്ങളും ഈ യാത്രയിലൂടെ കിട്ടുന്നുണ്ടല്ലേ? നമ്മുടെ കഥകളെ പിറക്കുന്നതും യാത്രയിലൂടെയാണ്. അപ്പൊ ഈ കഥകള് ഇപ്പോഴും ഈ പുസ്തകത്തിന് ശേഷവും നമ്മൾ പിന്നെ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ?
ഇപ്പോൾ അടുത്ത ഓണപ്പതിപ്പ് ഒരു കഥാക്ഷരം എന്ന് പറഞ്ഞൊരു ഓണപ്പതിപ്പിൽ അതിപ്പോൾ പ്രിന്റ് ചെയ്ത് വന്നിരുന്നു. അതിലൊരു കഥ എഴുതിയിരുന്നു. അതും നല്ല അഭിപ്രായമായിരുന്നു. കഥയുടെ പേര് തനിയെ മുളയ്ക്കുന്ന ചിറകുകൾ എന്ന കഥ. അപ്പോൾ അതിൽ കേരളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരാണ് അതിൽ കഥകൾ എഴുതിയിട്ടുള്ളത്. അപ്പം അതിൽ ഒരാളാവാൻ ഭാഗ്യം കിട്ടി. 80 കഥകൾ 50 കവിതകളായിട്ട് ഇറങ്ങിയൊരു പുസ്തകമായിരുന്നു. അതിലൊരു അവസരം കിട്ടി. നമ്മള് കഥകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കഥാകൃത്തുകൾ ധാരാളം ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ സാറിന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കഥാകാരൊക്കെയാണ്? അങ്ങനെ ഞാൻ തേടിപ്പിടിച്ച് വായിച്ചുള്ളത് ബഷീറിനെയാണ്, വൈക്കം മുഹമ്മദ് ബഷീർ. അത് പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ കേരളമേൽ കൂട്ടുകാരന്റെ ലൈബ്രറി കാർഡ് വരെ കടം വാങ്ങിച്ചിട്ട് തീരെ വായിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ അതും കയ്യിൽ വെച്ചിട്ട് ഒരു വട്ടം 4 പുസ്തകമൊക്കെ എടുക്കും. നമുക്ക് 2 ബുക്ക് എടുക്കാം. അപ്പോൾ കൂട്ടുകാരനെ വെച്ച് 4 ബുക്ക്. അങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒട്ടുമിക്ക കഥകളും വായിച്ച് തീർത്തു. പക്ഷെ ഡിഗ്രി കാലഘട്ടത്തിൽ എത്തിയപ്പോൾ അത് നേരെ MT മാറി. 4 കെട്ട് എന്ന കഥ വായിച്ചോടുകൂടി MT ആയി. അങ്ങനെ ഈ 2 കഥാകൃത്തുക്കളാണ് എനിക്ക് ഏറ്റവും അധികം ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളത്, ബഷീർ, MT. എൻ്റെ കഥയിൽ ചിലപ്പോൾ ബഷീറിന്റെ ഒരു ഹ്യൂമർ സെൻസ് നർമ്മ വരുന്നെന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അതിപ്പോ നമ്മള് ലഞ്ച് ബ്രേക്ക് നോക്കുകയാണെങ്കിൽ മറ്റ് പല കഥകളും നമ്മളിങ്ങനെ വായിച്ച് ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന കഥകളാണ്. തുടക്കത്തിലുള്ള കഥ ജെല്ലിക്കെട്ടാണെങ്കിലും ജെല്ലിക്കെട്ട് ഒരു പ്രതികാരമാണ്. പക്ഷെ അത് പറഞ്ഞ ശൈലി അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. സാധാരണ ഒരു പ്രതികാര കഥയാണ് അത് ഓൺലൈൻ പറയുകയാണെങ്കിൽ. പക്ഷെ അതിന്റെ അവതരിപ്പിച്ച രീതി സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് കരിങ്കല്ല് പോലൊരുത്തി, അതൊക്കെ വരുന്നത് നമ്മളെ ഇമോഷണലി കുറച്ചൊന്ന് നമ്മളെ ടച്ച് ചെയ്യുന്ന കഥകളും അവസാനം നമുക്ക് ഒരു സന്തോഷം തരുന്ന രീതിയിൽ പോയി. ഈ ലഞ്ച് ബ്രേക്ക് എത്തുന്ന സമയത്ത് ആദ്യമേ നമ്മളെ ഇമോഷണലി അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കും ഇതിനെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു ധാരണയിൽ തന്നെ നമ്മൾ വായിക്കും. പക്ഷെ അവസാനം എത്തുമ്പോൾ നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ ഒരു എൻഡിങ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല കഥകളും ഇതിൽ കാണാം. ചിരിപ്പിക്കുന്ന, അതുവരെ വായിച്ച കഥകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എൻഡിങ്ങിലേക്ക് എത്തുന്ന. അപ്പൊ അതൊക്കെ ബഷീർ ടച്ച് ആയിരിക്കും അല്ലെ? അതെ ആവണം. ചിലപ്പോ നമ്മള് എഴുതി പോകുമ്പോ എന്തുകൊണ്ട് നമുക്കൊരു ഇങ്ങനെ എഴുതിക്കൂടാ എന്നൊരു ആശയം കിട്ടും. അപ്പൊ അത് ഈ ബഷീർ കൃതികൾ വായിച്ചുകൊണ്ടുള്ള ഒരു ഗുണം കൂടി ആയിരിക്കാം. കാരണം ആ കഥ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് പോയനെ. അപ്പൊ അതിലെ ജബ്ബാർ എന്ന കഥാപാത്രം ഗൾഫ് ജീവിതത്തിൽ പരിചയപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഈ ലഞ്ച് ബ്രേക്കില് നമ്മൾ പറഞ്ഞു നല്ല രസമായിട്ട് ഹ്യൂമർ സെൻസോട് കൂടിയിട്ടുള്ള ഒരു കഥയാണ്. തുടക്കത്തിലല്ല, എൻഡിൽ വരുമ്പോൾ. തുടക്കത്തിൽ നമ്മൾ കുറച്ച് ഇമോഷണൽ ആയിട്ട് ജബ്ബാറിന്റെ അവസ്ഥ ആലോചിച്ചൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവസാനം കഥാനായകന്റെ ആ ഒരു അവസ്ഥ ആലോചിച്ച് നമ്മൾ ചിരിക്കേണ്ടി വരുന്നത്. അപ്പൊ ആ കഥാനായകൻ ശരിക്കും സാർ തന്നെയാണോ? അത് ഞാൻ തന്നെയാണ്. ഉണ്ടായ അനുഭവമാണ്. പിന്നെ എപ്പോഴും നമ്മൾ കഥകളാകുമ്പോൾ കുറച്ച് അതിശയോക്തി കൂടി ചേർക്കല്ലോ. അപ്പൊ അവസാനം ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് അതിശയോക്തിയിൽ ചെയ്തതാണ്. അപ്പൊ ശരിക്കും കഴിച്ചിട്ടില്ല? ശരിക്കും കഴിച്ചില്ല, കഴിച്ചു നോക്കി. പിന്നെ അത് സംഭവം മനസ്സിലായപ്പോ ജബ്ബാറിന് തന്നെ അത് കൊടുത്തു, കഴിച്ചു എന്നും പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് ഉണ്ടായൊരു അനുഭവമാണ്. അപ്പൊ എന്തായാലും അതുപോലെ നല്ല രസമായിട്ടാണ് ഓരോ കഥകളും വരുന്നത്. മരുഭൂമിയിലെ തണൽ മരങ്ങൾ എന്ന കഥ, അത് ശരിക്കും അബുദാബിയിലെ ഏറ്റവും വലിയ, ദുബായിൽ തന്നെ ഏറ്റവും വലിയ മസ്ജിദാണ് ഷെയ്ഖ് സായിദ് മോസ്ക്. അവിടുത്തെ ഭരണാധികാരി ഷെയ്ഖ് സായിദിന്റെ ശവകുടീരം അവിടെയാണ്, ഖബർ സ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ UAE നാഷണൽ ഫാദറാണ്, രാഷ്ട്രപിതാവാണ് ഷെയ്ഖ് സായിദ്. അപ്പൊ അന്ന് ഞങ്ങൾ നോമ്പിനൊക്കെ മസ്ജിദ് തുറന്നപ്പോൾ പോകാറുണ്ട്. നോമ്പിന് വലിയ പരിപാടിയാണ് അവിടെ, ഇഫ്താർ സംഗമൊക്കെ. കൂട്ടുകാരായിട്ട് പോവാറുണ്ട്. അപ്പൊ എല്ലാവരും വരും. അത് അവിടെ മുസ്ലിമോ ക്രിസ്ത്യനോ ഹിന്ദോ ഒന്നുമില്ല, അവിടെ എല്ലാവരും വരും. അപ്പൊ അങ്ങനെ ഈ ഇഫ്താറിന് പോയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. ഒരു കഥ കേട്ടു, അത് ഉണ്ടായ സംഭവമാണ്. ഷെയ്ഖ് സായിദിന്റെ മക്കളായ അപ്പോഴത്തെ UAE കിങ് ഷെയ്ഖ് മുഹമ്മദ്, പിന്നെ അബുദാബി കിങ് ഷെയ്ഖ് ഖലീഫ. അപ്പൊ ഇവരൊക്കെ വരാറുണ്ട് എന്നാണ് അവിടെ. ഇഫ്താറിന് വരുമ്പോൾ ഇവര് ചിലപ്പോൾ ഈ ക്യാമ്പിൽ വന്നിട്ട് സാധാരണക്കാരോടൊപ്പം ഇരുന്നിട്ട് നോമ്പ് തുറക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കഥയിൽ നിന്ന് മുസ്ലിം അല്ലാത്ത ഒരാൾ വന്നിട്ട് അവിടെ ഇരുന്ന് ഷെയ്ഖിന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് പിടിക്കപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമുക്കൊരു അല്ല, 2 ഇതിൽ അവതരിപ്പിക്കാതെ. അതൊരു സീരിയസ് ആയിട്ട് ഇയാളെ കുറ്റവാളിയായിട്ട് അവതരിപ്പിക്കാം, അല്ല ഒരു മതസൗഹാർദ്ദം കൊണ്ടുവന്നിട്ട് അതിനെ മനോഹരമായിട്ട് അവതരിപ്പിക്കാം. അപ്പൊ അതൊരു മതസൗഹാർദ്ദത്തിന്റെ കഥ കൂടിയാണ്. പിന്നെ ശരിക്കും അവിടെയുള്ള ഭരണാധികാരികളുടെ ഒരു മനസ്സും ആ കഥയിൽ വരുന്നുണ്ട്. ശരിക്കും ഈ ഒരു സംഭവം അവിടെ അത് ഉണ്ടായതല്ല, പക്ഷെ അവിടെ ഇഫ്താറിന് പോയി ഇതുപോലെ അതെ. അപ്പൊ അങ്ങനെ ഉണ്ടായൊരു കഥ മരുഭൂമിയിലെ തണൽ മരങ്ങൾ എന്ന കഥ. അതുപോലെ നമ്മൾ ഇതിൽ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ പച്ചപ്പും പ്രകൃതി രമണീയതയും ഒക്കെ പല കഥകളിൽ പല ഭാഗങ്ങളിലായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിഴൽ ചിത്രങ്ങൾ എന്ന കഥയില് ശരിക്കും ആ ബാംഗ്ല വരുന്നുണ്ട്. അതായത് ഞങ്ങളുടെ നാടിന്റെ ഒരു ചരിത്രത്തിൽ വരുന്നുണ്ട്. ഇപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ ഈ മലപ്പുറം ഏരിയ, മലപ്പുറം ഭാഗത്തു നിന്നാണ് കൂടുതൽ വന്നിട്ട് അവിടെ ടാപ്പിങ്ങിന് വന്നിട്ട് ജോലിക്ക് വന്ന് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ വന്നുള്ള ആൾക്കാരാണ് എൻ്റെ വല്യപ്പ, അങ്ങനെയുള്ള ആളുകള്, പഴയ കാരണവന്മാര്. അപ്പൊ അതില് ഈ മൊല്ലാക്ക എന്ന് പറയുന്ന ആള് വല്യപ്പാടെ ജ്യേഷ്ഠനായിട്ട് വരും. വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ആളങ്ങനെ ഒരു ജീവിതം, ആ ജീവിതമൊക്കെ അതിൽ പറയുന്നുണ്ട്. മൊല്ലാക്ക ശരിക്കും അത് ഉള്ളൊരു ജീവിതമാണ്.
വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ജീവിതം, ആളുകളായിട്ട് ഇടപെടുന്ന സ്നേഹത്തിൽ, അങ്ങനെ വീടോ സമ്പാദ്യമോ ഒന്നുമില്ല, ഒറ്റയ്ക്കുള്ളൊരു ആള്. അപ്പോൾ അതും പിന്നെ അവിടെയുള്ള കുറച്ച് കഥാപാത്രങ്ങൾ, അതിൽ വരുന്ന ആളുകൾ, അവരെ പേര് സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു കഥാപാത്രമാണ്. പുഴയും റബ്ബർ തോട്ടവും അവരുടെ ജീവിതവും പാടിയും ഒക്കെ എൻ്റെ പ്രദേശമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതാണ് കഥയായിട്ട് മാറിയത്. അപ്പോൾ അതിലെ സത്യസന്ധമായിട്ടുള്ളൊരു കഥയാണത്. അതിലെ കുറച്ച് അവസാന ഭാഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിക്കുള്ളൊരു വ്യക്തിയുടെ കഥയായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിൽ കുറച്ച് മിത്ത് വരുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ജിന്ന്, അല്ല പള്ളിയിൽ കിടന്ന ആളെ ജിന്ന് കൊണ്ടുപോയിട്ട് പുറത്തിട്ടു എന്നൊക്കെ. പക്ഷെ അത് ഉണ്ടായി എന്ന് ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അതൊരു മിത്തായിട്ട് അങ്ങനെ വിശ്വസിച്ചു പോരുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോഴും ഇല്ല. അന്ന് കാലത്തേക്ക് അത് ഭയങ്കര പേടിയിരുന്നു എല്ലാവർക്കും. അപ്പൊ രാത്രി ഒന്നും പള്ളിയിൽ വാതിലിന്റെ അവിടെ നിന്ന് കിടക്കില്ല. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം ഇപ്പൊ മിത്തതാണല്ലോ. നമ്മളൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുക. അപ്പോൾ അങ്ങനെ അതൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതി അതിന് നല്ല അഭിപ്രായം കിട്ടിയൊരു കഥയായിരുന്നു നിഴൽ ചിത്രങ്ങൾ എന്ന കഥ. അതിൽ മൊല്ലാക്ക എന്ന കഥാപാത്രം ഇപ്പോൾ എൻ്റെ സ്ഥലത്തുനിന്നത് പുസ്തകം എല്ലാവരുടെ കയ്യിൽ എത്തിയിട്ടില്ല, വായിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ പിന്നെ കൂടുതൽ അഭിപ്രായങ്ങൾ അതിനെ കുറിച്ച് വരും. അതില് അവർക്ക് കുറച്ചുകൂടെ അടുപ്പം ഉണ്ടായിരിക്കുമല്ലോ. കാരണം അത് എല്ലാവരുടെ ഇടയിൽ ജീവിച്ചൊരു കഥാപാത്രമാണ്. അത് പലരും ആദ്യം വായിച്ചപ്പോൾ ഞാൻ ഈ മത്സരത്തിന് എഴുതിയപ്പോൾ എന്നെ ചോദിച്ചു, ഇതൊരു അനുഭവ കഥയാണല്ലോ, അനുഭവമാണല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ചൊരു കഥയാണത് നിഴൽചിത്രങ്ങൾ. അത് മാത്രമല്ല ഇതിലെല്ലാ അനുഭവങ്ങളാണ്. ഇതിൽ പിന്നെ കുഞ്ഞു കഥ വരുന്നുണ്ടല്ലേ. ഹലോ ബ്രോ. ഹലോ ബ്രോ ആണ് ഇതിലുള്ളതിൽ ഏറ്റവും ഒരു കുഞ്ഞു കഥ. പിന്നെ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സമകാലികമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ്. ഇപ്പൊ നമ്മൾ ഫോൺ എടുത്ത് അപ്പൊ വരുന്നത് ഈ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചാണ്. അപ്പൊ അതുപോലെ ഈ ഹലോ ബ്രോയിലും ഈ ഫോൺ പേയില് പൈസ തെറ്റി അയച്ചിട്ട് അത് തിരിച്ചയക്കാൻ പറയാണ്. അപ്പൊ ഇതിൽ നായകൻ എന്ന ഓഫീസിൽ ക്ലർക്കിന്റെ ഒരു 10,000 രൂപ ഇതുപോലെ പോയിട്ട് ആ കാര്യം മനസ്സിൽ വെച്ച് വരാണ്. കാരണം OTP പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാണ്. അത് പറഞ്ഞു കൊടുത്തു, 10,000 രൂപ പോയി. അപ്പോഴാണ് ഈ കോള് വരുന്നത്. അപ്പൊ ഈ ഹലോ ബ്രോ എന്ന് കേൾക്കുമ്പോൾ ആൾക്കൊരു മനസ്സിലൊരു കുളിർമക തോന്നുന്നുണ്ട്. പക്ഷെ ഈ കാശ് തിരിച്ചയക്കാൻ പേടിയാണ്. അതായത് പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള സംഘർഷം. ഇത് തിരിച്ചയച്ചാൽ ചിലപ്പോൾ അക്കൗണ്ടിൽ നിന്ന് കാശ് പോകും, അത് തട്ടിപ്പാണോ പറയാൻ പറ്റില്ല. അപ്പൊ ഇയാള് നിഷ്കളങ്കനായതുകൊണ്ട് പറയാണ് നേരിട്ട് വന്നു ഞാൻ തരാന്ന്. പക്ഷെ ഒരാള് തൃശ്ശൂർ, ഒരാള് കൊച്ചിയിലാണ്. അപ്പൊ അത് മറ്റേ പറയുന്നുണ്ട്, ഓക്കെ കുഴപ്പമില്ല ബ്രോ, ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞിട്ട് ആ ന്യൂജൻ സംഭാഷണമാണ് അത് അവസാനിപ്പിച്ചു. പക്ഷെ ഇവിടെ വെച്ചെന്താണ് ഇയാൾക്കത് പക്ഷെ മനസ്സിലൊരു വിഷമമായി. ബ്രോ ഒന്നും വിളിക്കുകയും ചെയ്തു, കാശ് കൊടുത്തില്ല. അപ്പൊ അയാള് ആലോചിച്ചിരിക്കുകയാണ്, ആ ഇരുട്ടില് തെരുവ് വിളക്കുകൾ ഇങ്ങനെ മിന്നുന്നുണ്ട്. അയാളെ മനസ്സാണ് അത് മിന്നിക്കൊണ്ടിരിക്കുകയാണ്, ഇത് പ്രകാശിക്കണോ അത് കെടണോന്ന് ആലോചിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു പ്ലോട്ടിൽ നിന്നുണ്ടായതാണ് ഒരു കഥയാണ് അത്. വളരെ സമകാലികമായിട്ടുള്ള എല്ലാവരും മനസ്സിൽ ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു കഥ. ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും മനസ്സിൽ ആ തെരുവിളക്ക് മിന്നി മറഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കൂലേ, വേണോ വേണ്ടോ അതിലാണ് നമ്മൾ പോയി ചാടുക, ചിലപ്പോ കാശും പോകും. അതെ, ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകത്താണല്ലോ നമ്മൾ. അതില് പ്രകൃതി പഠനം ഒരു അവലോകനം അതായിരുന്നു എന്റെ അടുത്ത ചോദ്യം. അത് ശരിക്കും കേരളവർമ്മയിൽ ഉണ്ടായ അനുഭവം തന്നെയാണ്. ഞങ്ങള് നാച്ചർ ക്ലബിൽ പോയപ്പോതുപോലെ നാച്ചർ ക്ലബിൽ പോയി ക്യാമ്പിൽ പോയതാണ്. അപ്പോൾ അവിടെ വെച്ച് പരിസ്ഥിതിയെ കുറിച്ചും അതുപോലെ തന്നെ ജീവിവർഗങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ പാമ്പിനെ കൊല്ലരുത് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന സാറ് പെട്ടെന്ന് അവിടെ പാമ്പ് വന്നപ്പോൾ അതിനെ തല്ലിക്കൊന്നു. അപ്പൊ ഞങ്ങള് കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ അത് അത്ഭുതമായി. കാരണം നമ്മള് എല്ലാവരും നാച്ചർ ക്ലബിലെ അംഗങ്ങളാണ്. സാർ ഇത്ര നേരം പറഞ്ഞതിന് വിപരീതമായിട്ട് അപ്പൊ അമ്മേനെ തല്ലിക്കൊന്നു. അപ്പൊ സാറ് തന്നെ പറയാണ്, ഇത് ഇപ്പൊ ഇവിടെ വന്നത് അപകടമാണ്. ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാല് നമ്മൾ അവരെ സുരക്ഷ നോക്കണ്ട. അപ്പോ ചില സമയത്ത് നമ്മൾ പ്രാക്ടിക്കൽ ആവേണ്ടി വരും ഇങ്ങനത്തെ സമയങ്ങൾ പറഞ്ഞിട്ട് ആ പാമ്പിനെ അല്ലിക്കൊന്നു. അപ്പൊ ഞങ്ങളെ നോട്ടൊക്കെ ചത്തുകിടന്ന പാമ്പിലായിരുന്നു. അപ്പൊ പ്രകൃതി പഠനം ഒരു അവലോകനം അല്ല, ഇത് ഈ പുസ്തകത്തിന് ആദ്യം ഇടാൻ വെച്ച പേരായിരുന്നു. പക്ഷെ ഒരു പരിസ്ഥിതി ബുക്കാവോ എന്നൊരു സംശയം വരും, അത് കാരണം ഒന്നിട്ടില്ല. അപ്പൊ അങ്ങനെ അത് ശരിക്കും ഉണ്ടായ കോളേജ് വിദ്യാഭ്യാസ കാലത്തുണ്ടായ ഒരു അനുഭവമാണ് കഥയായി മാറിയത്. ഗൾഫ് പശ്ചാത്തലത്തിൽ വരുന്ന മറ്റൊരു കഥയാണ് മേജർ സിംഗ് അല്ലേ? അതെ, അതും അനുഭവത്തിൽ നിന്ന് കിട്ടിയ കഥ തന്നെയാണോ, എങ്ങനെയാ? അതെ, അതും അനുഭവത്തിലൊരു കഥയാണ്. അത് ശരിക്കും ദുബായിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊരു കമ്പനിയാണ്. അവിടെ ആ കമ്പനി മാത്രമേ ഉള്ളൂ. സാർ വർക്ക് ചെയ്യുന്ന കമ്പനി അത് തന്നെയാണോ? ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് പോയിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന എന്റെ കൂട്ടുകാരൻ്റെ അനുഭവം അതാണ് കഥ. ഇത് അപ്പൊ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഈ മേജർ സിംഗ് ആണ് അവിടുത്തെ ക്യാമ്പിന്റെയും കമ്പനിയിലും ഒക്കെ സെക്യൂരിറ്റി ഇൻചാർജ്. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. ഒരു 6 അടിയില് ഹൈറ്റും താടിയൊക്കെ വെച്ചിട്ട് ഒരു ഗൗരവത്തിൽ മേജർ ലുക്ക് തന്നെ. പട്ടാളത്തിൽ നിന്ന് വന്ന മേജറാണ് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും പേടിയാണ്. ഇയാൾ വരുന്ന കണ്ടാൽ തന്നെ എല്ലാവരും ഇപ്പൊ ജോലി സ്ഥലത്താണെങ്കിൽ
ക്യാമ്പിലാണെങ്കിലും ഒക്കെ ഒരു അച്ചടക്കം വളരെ അച്ചടക്കവും ഇതൊക്കെയാണ്. അപ്പൊ ഞങ്ങൾക്കും പേടി തന്നെയാണ്, കാരണം എല്ലാവരും നിൽക്കണ കാണുമ്പോൾ നമ്മൾ ഇയാളെന്തോ വലിയ സംഭവം എന്ന് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ കൂട്ടുകാരെ റിസൈൻ ചെയ്തിട്ട് ഇയാള് പോകാൻ നേരത്ത് റിസൈൻ ലെറ്ററിൽ ഒരു വാക്ക് എഴുതി. എന്തുകൊണ്ട് റിസൈൻ ചെയ്യണമെന്ന് കാരണം വേണമല്ലോ. അപ്പൊ ഈ അക്കോമഡേഷൻ ഒന്നും ഒരു സുഖമില്ല, ഇവിടുത്തെ അന്തരീക്ഷം വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞ് എഴുതി. അപ്പൊ ശരിക്കും ക്യാമ്പിന്റെ ഇൻചാർജ് മേജർ സിംഗ് ആണ്. അപ്പൊ നേരെ കമ്പനി സിഒ വിളിച്ചിട്ട് മേജർ സിംഗിനെ ഷൗട്ട് ചെയ്തു, ചീത്ത പറഞ്ഞു. എന്താണ് തൊഴിലാളികൾക്കൊക്കെ അവിടെ ഭയങ്കര പ്രശ്നമാണല്ലോ, അന്തരീക്ഷം മോശമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ഈ പോണ ആളോട് ഭയങ്കര ദേഷ്യമായി, റിസൈൻ ചെയ്ത ആളോട്. അപ്പൊ ഈ റിസൈൻ ചെയ്ത കാരണങ്ങൾക്ക് അതിൽ പറയുന്നുണ്ട്, കുറെ ഉണ്ട്. അപ്പൊ റിസൈൻ ചെയ്ത ആളോട് പറയണത് മേജർ സിംഗ് വന്നിട്ട് ഇപ്പൊ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങണം, കാരണം രാവിലെ പറയണ റൂം വെക്കേറ്റ് ചെയ്യണമെന്ന്, വൈകിട്ടാണ് ഇയാൾക്ക് തിരിച്ചു പോകാനുള്ള ബസ് വരുള്ളൂ അബുദാബിക്ക് പോകണം, ദുബായിൽ നിന്ന്. അതുപോലെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല, പുറത്ത് പോയിട്ട് ഇരിക്കുന്നത്. ഗൾഫിൽ പുറത്തിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാലോ, നല്ല ചൂടാണ്. AC-ൽ തന്നെ ഇരുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്ര ചൂടിൽ ഇയാളോട് പറയണത് കമ്പനിക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, വെറും മരുഭൂമിയാണ്, അവിടെ പോയിരിക്കുന്നു പറയാണ്. അപ്പൊ ഇയാള് എല്ലാം സമ്മതിച്ചു വന്ന് എന്ത് ചെയ്തു, ഈ റൂമിന്റെ ഉള്ളിൽ കയറി ഭക്ഷണം കഴിക്കാതെ പോയിട്ട് മേജർ സിംഗ് ഇത് പറയാൻ പോകുമ്പോഴത്തേനും ഭക്ഷണം കഴിച്ചു വന്ന് റൂമിന്റെ ഉള്ളിൽ കയറി ലോക്ക് ചെയ്ത് കിടന്നുറങ്ങും അലാറം വെച്ച്. അങ്ങനെ വൈകിട്ട് ഒന്നറിയാതുപോലെ തിരിച്ച് ഇറങ്ങാണ്. ഇതിനു മുമ്പ് മേജർ സിംഗ് ഒരു സെക്യൂരിറ്റി വിട്ട് ഈ ബെഡൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കിടക്കാതിരിക്കാൻ. അപ്പോൾ കൂട്ടുകാരൻ്റെ അപ്പുറത്തെ ബെഡിൽ ഇയാൾ കിടന്നുറങ്ങും. അങ്ങനെ പോകാനുള്ള വണ്ടി വന്ന് അതിൽ ഡ്രൈവർ പരിചയക്കാരനാണ്. അപ്പോൾ അയാളോട് ചോദിക്കുകയാണ് ഈ മേജർ സിംഗ് ആളെങ്ങനെയെന്ന്. അപ്പോൾ ഡ്രൈവർ പറയാനുണ്ട് അയാള് മേജറല്ല, അയാളുടെ പേര് മജോർ എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് മജോർ സിംഗ് എന്നുള്ളത് മേജർ സിംഗ് എന്ന് എല്ലാവരും വായിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളൊരു കഥാപാത്രത്തെ പറഞ്ഞ് പെരുപ്പിച്ച് വെക്കില്ലേ, അങ്ങനൊരു കഥാപാത്രമാണ് ഈ മേജർ സിംഗ്. അപ്പൊ അയാളോടുള്ള ഒരു മധുര പ്രതികാരത്തോട് കൂടിയിട്ടാണ് കഥ അവസാനിക്കുന്നത്. നമ്മളിത് വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ശരിക്കും ഉണ്ടാവും, ഇത് കഥയാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് ശരിക്കുള്ള സംഭവമാണ്. നമ്മൾ ഇങ്ങനത്തെ പലതും വായിക്കുമ്പോൾ നമുക്ക് സാധാരണ ഒറിജിനൽ അല്ല. അതിലെ ഗൾഫ് ജീവിതം, ഗൾഫിലെ വരുന്ന കഥകളൊക്കെ ഒറിജിനൽ തന്നെയാണ്, റിയാലിറ്റിയാണ് അത്. അതുപോലെ സ്കൂൾ ഡയറി എന്ന കഥ ഞാൻ പറഞ്ഞില്ല, ഞാൻ +2 ഗസ്റ്റ് ലെക്ചറായിട്ട് പോയിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ വന്നൊരു സാറ് പറഞ്ഞൊരു സംഭവമാണ്. അയാളിപ്പോ നമ്മള് +2 എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ പോലല്ല, അവിടെ ഒത്തിരി വലിയ മക്കളാണ്. അവിടെ പ്രിൻസിപ്പലിനാണ് ക്ലാസ് കൊടുക്കണം, പിന്നെ എല്ലാ ചാർജും ക്ലർക്കിന്റെ ചാർജ് വരെ ചെയ്യണം. അപ്പൊ ഈ സാറ് പറഞ്ഞ കഥയാണ്, ഇതുപോലെ ആ പ്രദേശത്തൊരു സ്കൂളിൽ കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇവരൊരു ദിവസം ക്ലാസ്സിൽ വന്നിട്ടില്ല. ഇവർ മുമ്പ് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വാണിക കൊടുത്താണ്, അത് കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊരു തെങ്ങുംതോപ്പിൽ കൂടിയിരുന്ന് എന്തോ ചെയ്യുന്നുണ്ട്, അത് സിഗരറ്റ് വലിക്കുക എന്തോ പരിപാടിയാണ്. അപ്പോൾ ഇത് നാട്ടുകാരെ അറിയിച്ചാൽ പിന്നെ പോകാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ പുതിയതായിട്ട് വന്ന ഈ സാറിനെ കൊണ്ട് പോവാണ്. പ്രിൻസിപ്പൾ പോയി നോക്കുമ്പോൾ പ്രിൻസിപ്പളിനെ കണ്ടത് ഈ തെങ്ങും തോപ്പിൽ നിന്ന് ഇവരെല്ലാം ഓടിയ നിലയ്ക്ക് എന്ത് ചെയ്തു, അങ്ങനെ വിട്ടാ പറ്റുന്ന പ്രിൻസിപ്പൾ പിന്നാലെ ഓടി. അപ്പോൾ ഈ സാറിൻ്റെ അനുഭവം പറഞ്ഞാണ്, ഇത് പിന്നാലെ ഓടിയപ്പോൾ ഇവർ അടുത്തുള്ള തോട്ടിലേക്ക് എടുത്ത് ചാടി കഴിഞ്ഞ പ്രശ്നമായി. കാരണം 5-6 പേരുണ്ട്, ഒരാൾ മുങ്ങിപ്പോയാൽ മാഷുമാർ ഓടിപ്പിച്ച് ചാടിച്ചാന്ന് പറയും, വലിയ വിഷയവും വലിയ വാർത്തയാവും. അപ്പോൾ ഇവരെടുത്ത് ചാടി, അതിലെടുത്ത് ചാടിയ പ്രിൻസിപ്പളിന് നീന്തൽ അറിയില്ല, ഒപ്പം ചാടിയ സാറിനറിയാം. സാറ് നീന്തി അക്കരെ എത്തിയപ്പോൾ ഇദ്ദേഹം മുങ്ങി താഴാണ്. അപ്പോൾ പിന്നെ നാട്ടുകാരാണ് വന്ന് രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ കഥയിൽ അത് കുട്ടികൾ രക്ഷപ്പെടുത്തുന്നു എന്ന രീതിയിൽ അവതരിപ്പിച്ചു. അത് ശരിക്കും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു യഥാർത്ഥ സംഭവമാണ്. നമ്മള് ജോലി ചെയ്യുന്ന ആ ഒരു മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളും കൂടെ ആ ഒരു കഥയിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്യണം. നമുക്കിപ്പോൾ കുട്ടികളെ തല്ലാൻ പാടില്ല, തല്ലി കഴിഞ്ഞ പ്രശ്നമാണ്, ബാലാവകാശ കമ്മീഷൻ ഇടപെടും, മാതാപിതാക്കൾ ഇടപെടും. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഇവരെ പുഴയിൽ ചാടിച്ച് ഒരു കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ വലിയ വാർത്തയാവും. അപ്പൊ ആ അവസ്ഥ കൊണ്ട് കൂടിയിട്ടാണ് നീന്തൽ അറിയാണ്ട് മാഷെടുത്ത് വെള്ളത്തിൽ ചാടുന്നത്. അങ്ങനെയുള്ള ഒരു കഥയാണ് സ്കൂൾ ഡയറി. അത് കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മൾ പറയാൻ ബാക്കിയുള്ള ഒരു കഥ എനിക്ക് തോന്നുന്നു തുടർക്കിനാക്കളാണ്. അതും ഇമോഷണലി നമ്മളെ വല്ലാതെ കണക്ട് ചെയ്യുന്ന, നമുക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് തോന്നുന്ന ഒരു കഥയാണ്. അതും വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് ആ കഥയ്ക്ക്, അല്ലെ? അതൊരു സിനിമാറ്റിക് കഥയായിട്ട് വേണമെങ്കിൽ പറയാം, കാരണം അതിനും ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട്, പിന്നെ നമ്മൾ വിചാരിക്കാത്ത ടെസ്റ്റ് വരുന്നുണ്ട്. അത് ഇതുപോലെ ആരതി എന്ന് പറഞ്ഞൊരു കുട്ടി, അപ്പോൾ എൻട്രൻസിന് പോകണം, MBBS പഠിക്കാന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടി. അപ്പോൾ ഈ കുട്ടി 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 10 കഴിയുമ്പോൾ അച്ഛൻ റിട്ടയർഡ് ആവുമെന്നറിയാം. അപ്പം അച്ഛനോട് തനിക്ക് MBBS പോകണം, പക്ഷെ എങ്ങനെ നടക്കും, വീട്ടിലെ ചെലവ് ഇതെല്ലാം കഴിയണം. അപ്പം അമ്മമ്മയോട് ചോദിക്കുകയാണ്, ഇനി അച്ഛനെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ നഴ്സിംഗിന് എന്തിനേലും പോവാം എന്ന് പറയുമ്പോൾ അമ്മമ്മ ഇത് ഇന്ന് അച്ഛനോട് പറയും. അവളിങ്ങനെ ചോദിച്ചെന്ന് പറയുമ്പോൾ അച്ഛന് ഭയങ്കര മുൻകോപമാണ്. അപ്പൊ അച്ഛൻ ഏതോ ഒരാലോചന വരെയായിരുന്നു, അച്ഛൻ ദേഷ്യപ്പെടാണ്. ആ കാര്യം
നീയല്ല തീരുമാനിക്കുക, ഞാനാന്ന് പറഞ്ഞ് ഈ കുട്ടിയോട് കുറെ തട്ടി കയറാണ്. കുട്ടിക്ക് ഭയങ്കര വിഷമവും. അപ്പൊ അച്ഛമ്മയോട് പറയണം ഞാൻ ഇനി ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ വെച്ച് അമ്മ ഈ ചീത്ത പറയുമ്പോൾ ഇടപെടുന്നുണ്ട്, ചീത്ത പറയുമ്പോൾ പോയിട്ട് അതിൽ ഇടപെടുന്നുണ്ട്. അപ്പൊ അമ്മോട് പറയാണ് പ്രായമായവരോട് മിണ്ടാണ്ടിരുന്നോ, ഒരു മൂലൊക്കെ നാമം ജപിച്ചിരുന്നോ, ഇവിടുത്തെ കാര്യം ഞാനാ നോക്കണെന്ന്. പക്ഷെ കഥയിൽ പിന്നെ അല്ല, ഇതെല്ലാം മാറി മറിഞ്ഞു വരാണ്. കാരണം ഇദ്ദേഹം റിട്ടയർഡ് ആകുമ്പോഴത്തേനും വീട് പണിതിരുന്നു, അതിന്റെ ലോണും കാര്യങ്ങളും അടച്ച് ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു കടം വരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മോളുടെ MBBS പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരാണ്. അപ്പോൾ കുട്ടി പറയുന്നുണ്ട് ഞാൻ നഴ്സിങ്ങിന് പോവാം എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പ്രൈവറ്റ് ആയിട്ട് കിട്ടിയ സ്ഥാപനത്തിൽ നിന്ന് MBBSനുള്ള കോൾ ലെറ്റർ വരാണ്. അപ്പോൾ ഇയാള് ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം BSc നഴ്സിംഗിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങാണ്. അപ്പോഴാണ് അത് വരുന്നത്. അപ്പോൾ അതിൽ അഡ്രസ്സ് നോക്കുമ്പോഴാണ് ഫീസ് അടച്ചത് ഈ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നാണ്, മാലതി അമ്മ എന്ന ഈ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ അമ്മ നോക്കുമ്പോൾ അമ്മ അവിടെ ജാതിക്കായ കൊട്ടയിലിട്ട് വളരെ ശാന്തമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയണത് അല്ല, ഞാനിത് എൻ്റെ ജാതിക്ക പെറുക്കിയും അതുപോലെ തന്നെ കുറി കൂടിയും ചുറ്റി പിടിച്ചും ഒക്കെ ഉണ്ടാക്കിയ പണമാണ്. അങ്ങനെ കാശുമാലയും വിറ്റ് 20 ലക്ഷം രൂപ മോളുടെ ഫീസിനായിട്ട് അമ്മ കെട്ടിവെക്കും. അപ്പോൾ ഇത് കുട്ടിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. കാരണം അച്ഛന് സാധിക്കാത്തത് അച്ഛമ്മ ചെയ്തു. അപ്പോൾ ആദ്യത്തെ MBBS ക്ലാസ്സിലിരുന്ന് സാറ് കുറേ മോട്ടിവേഷൻ ഇതൊക്കെ പറയാണ്. അതിൻ്റെ ഇടയിൽ പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിച്ച വ്യക്തി ആരാന്ന് പറയുമ്പോൾ കുട്ടിക്ക് വേറെ ആരുമില്ല പറയാൻ, അല്ലേ? അപ്പോൾ പറയണത് അത് എൻ്റെ അച്ഛമ്മയാന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ആത്മവിശ്വാസം ആ കഥയിലൂടെ അവതരിപ്പിക്കുന്ന, അതുപോലെ കറിവേപ്പില പോലെ മാറ്റിവെക്കുന്ന ആളുകളെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട് എന്നുള്ള അതിലെ ഗോപി കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കും, അല്ലെങ്കിൽ അവരങ്ങനെ മാറ്റി നിർത്തരുത് എന്നുള്ളൊരു ആശയം കൂടെ പങ്കുവെക്കുകയാണ് അല്ലേ. ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോൾ പോലും ചെറുതായിട്ട് എനിക്ക് ഇങ്ങനെ ഗൂസ് ബംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല പല തലങ്ങളിലുള്ള ആളുകളെ അല്ലെങ്കിൽ പല തരത്തിലുള്ള ആളുകളെ ഒക്കെ നമ്മൾ ഈ പുസ്തകത്തിലൂടെ പല കഥകളിലായിട്ട് പ്രസന്റ് ചെയ്യാം. കാരണം ഇതും ഒരു ചെറിയൊരു ത്രെഡിൽ നിന്ന് അനുഭവമുള്ള ത്രെഡിൽ നിന്ന് കിട്ടിയ കഥയാണ്. ഇതുപോലെ ഒരു എൻട്രൻസിന് പോണ കുട്ടി ഈ ചോദ്യം ചോദിച്ചു. അപ്പോൾ അമ്മ പോയിട്ടത് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ വഴക്ക് പറയുന്നു. അങ്ങനൊരു കാര്യം നേരിട്ട് കേട്ടപ്പോൾ ഞാനിത് എന്നാ പിന്നെ ഇത് മാറി അല്ലേ, ഈ കുട്ടി MBBS പഠിക്കാൻ പോയി അങ്ങനെ ഇരിക്കും എന്ന് ചിന്തിച്ചു. സ്റ്റുഡന്റ് ആയിട്ടുള്ള കുട്ടിയുടെ അനുഭവമാണോ? അതെ. അപ്പോൾ അതൊരു അനുഭവത്തിൽ നിന്നുണ്ടായ കഥ. ഇപ്പൊ ഇതിൽ പല കഥകളിലും നമ്മുടെ ജീവിതത്തിലുള്ള ആളുകൾ, നമ്മൾ നേരിട്ട് പരിചയമുള്ള ആളുകളൊക്കെയാണല്ലോ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ കഥ വായിച്ചിട്ട് അവരെ കുറിച്ചൊക്കെ ഇങ്ങനെ കഥകൾ വരുമ്പോഴൊക്കെ അവര് സന്തോഷമൊക്കെ പറയാറുണ്ടോ? എങ്ങനെയാ? അതില് കുറച്ചു പേരത് വായിക്കാൻ ബാക്കിയുണ്ട്, ശരിക്കുള്ള കഥാപാത്രങ്ങള് വായിക്കാൻ ബാക്കിയുണ്ട്. പേരൊക്കെ കറക്റ്റ് തന്നെയായിരിക്കും. ഇപ്പൊ മേജർ സിംഗ്, മോജർ സിംഗ്, അതൊക്കെ പേര് കറക്റ്റ് ആണ്. ബാക്കി എല്ലാരും ബാക്കിയുള്ള പേരുകളൊക്കെ അവരുടെ പേരുകളല്ല. പിന്നെ ഇപ്പൊ അതില് സ്കൂൾ ഡയറിയിൽ രഘുനാഥ് മാഷ് എന്ന് പറയുന്നത് ഇപ്പൊ എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്തായ മാഷാണ്. പക്ഷെ പേര് മാത്രമേ ഉള്ളൂ ഇതിലെ. മാഷ് പറഞ്ഞിട്ടില്ല. പലരും വായിച്ച് ചോദിക്കുന്നുണ്ട് ഈ രഘുമാഷിന് നീന്തൽ അറിയാലോ, ഇതേതാ മാഷ് എന്ന്. പിന്നെ ആള് പ്രിൻസിപ്പൾ അല്ല. അപ്പൊ അത് കാരണം അതെല്ലാം ബാക്കി ശരിക്കുള്ള കഥാപാത്രങ്ങൾ ഇത് വായിക്കാൻ കൊടുത്തിട്ടില്ല. ഞാനൊന്നിങ്ങനെ പിന്നേക്ക് വെച്ചിരിക്കുകയാണ്. അവര് ഇത് അഭിപ്രായം അറിഞ്ഞ് ചോദിക്കുമ്പോൾ കൊടുക്കാന്ന് വെച്ചാണ്. ഇതിലാ ഒരു കാലഘട്ടവും അതുകൊണ്ട് തന്നെ പല പല കാലഘട്ടം വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പല റെഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ കരിങ്കല്ല് പോലൊരുത്തിയില് ബസ്സിൽ പാട്ട് വെക്കുന്നത് ആവേശ സിനിമയിലെ പാട്ടാണ്. അതുപോലെ ഇലുമിനാറ്റി പാട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത കഥയിലേക്ക് വരുമ്പോ 2007 മോസ്ക് ബാബരി മസ്ജിദ് പൊളിച്ച് പറയുന്നുണ്ട്. അത് ശരിക്കും പറയുന്നത് കാലഘട്ടത്തെ അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അന്നത്തെ ഒരു കഥയാണ് ബാബരി മസ്ജിദ് അതിൽ കൊണ്ടുവന്നത്. ആ ഒരു ചരിത്ര പശ്ചാത്തലം കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. പിന്നെ അതുപോലെ പല കഥകളുള്ളത് വാട്സപ്പ് ഇല്ലാത്ത കാലം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇന്ന് പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോൾ അത് വാട്സപ്പിൽ ചെയ്തുകൂടെ. നമ്മൾ മുൻപത്തെ കഥയുടെ ബേസിൽ ആ ഒരു കാലഘട്ടം മനസ്സിൽ വെച്ച് വായിച്ചു കഴിഞ്ഞാൽ കണക്ട് ആവില്ല. ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള. കാരണം നോവലാണെങ്കിൽ നമുക്ക് ഒറ്റ കാലഘട്ടത്തിൽ നമുക്ക് പോവാം. കഥയാകുമ്പോൾ ചിലപ്പോൾ അതിൽ പഴയ കാലഘട്ടം വരും, പുതിയത് വരും. അതെ, കഥാപാത്രങ്ങൾ മാറുന്നു, സിറ്റുവേഷൻ മാറുന്നു, കാലഘട്ടം മാറുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 12 കഥകൾ വരുന്ന ജല്ലിക്കെട്ട് നമുക്കിങ്ങനെ ഒറ്റയിരിപ്പിനെ വായിച്ചു തീർക്കാം. അടുത്തത് എന്താന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. ഓരോ കഥ കഴിയുമ്പോഴും നമുക്ക് അതിനോടുള്ള ഇഷ്ടം കാരണം നമ്മൾ അടുത്ത കഥ വായിക്കാൻ പോകും. അപ്പൊ അതിൻ്റെ കൂടെ ഇഷ്ടം അങ്ങനെ നമ്മളിങ്ങനെ വായിച്ചു പോകുന്ന കുഞ്ഞു കഥകളുമാണ്. അത് അധികം നമ്മളിങ്ങനെ സമയം സ്പെൻഡ് ചെയ്യേണ്ട, എന്നാൽ നമ്മുടെ ഒരു മൊത്തം ഇമോഷൻ നമ്മളിലേക്ക് എത്തിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു നല്ലൊരു ബുക്കാണ് ജല്ലിക്കെട്ട്. അപ്പൊ നമുക്ക് നല്ല അഭിപ്രായങ്ങൾ ഓൾറെഡി നല്ല അഭിപ്രായങ്ങൾ കഥയെ പറ്റി കേട്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പുസ്തകം ഇറക്കുന്നത്. പുസ്തകം ഇറങ്ങിയിട്ടും നല്ല നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത എഴുത്തിലേക്കുള്ള വലിയൊരു പ്രചോദനം തന്നെയാണ് ഈ കിട്ടുന്ന നല്ല നല്ല അഭിപ്രായങ്ങൾ അല്ലെ. ഇപ്പൊ മാഷാണല്ലോ, അപ്പൊ നമുക്ക് കുട്ടികളും ഈ പുസ്തകമൊക്കെ വായിക്കുക അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടോ? കുട്ടികൾ ഇപ്പൊ അത് അറിഞ്ഞു വരുന്നുള്ളൂ. കാരണം ഇത് ഞങ്ങള് പ്രസാധകര് പെരക്ക ബുക്സ് ആണ് ഇത് പുറത്തിറക്കിയത്. അപ്പൊ ഒരു കോഴിക്കോട് വെച്ചിട്ടാണ് ഇതിന്റെ ആദ്യത്തെ പ്രകാശനം നടത്തിയത്. അത് PK പാറക്കടവ് എന്ന മലയാളത്തിന്റെ അനുഗ്രഹീതനായ കഥാകൃത്താണ് അത് ചെയ്തത്. അപ്പൊ അന്ന് അവിടെ വെച്ചത്
അത് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്കൂളിൽ വെച്ചൊരു പരിപാടി നടത്താറുണ്ടപ്പോൾ ഓണപരീക്ഷയുടെ തിരക്കൊക്കെ വന്നു, ഓണാഘോഷം. അപ്പോൾ അത് കഴിഞ്ഞ് സ്കൂൾ തുറന്നിട്ടാണ് ഇത് വെച്ചത്. പക്ഷെ വെച്ചത് സ്കൂളിലുള്ള ദിവസം തന്നെ ആയിരുന്നു. അപ്പോൾ +2 ബ്ലോക്കിൽ വെച്ചപ്പോൾ നമ്മളെല്ലാ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചില്ല. അത് കാരണം പകുതി കുട്ടികൾ ഇത് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അറിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ പുസ്തകം ചിലർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ 2 കഥയായി, നല്ല കഥയാണ്, നല്ല സുഖമുണ്ട് വായിക്കാന്ന്. ഞാൻ എഴുതുമ്പോൾ തന്നെ വിചാരിച്ചത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വായിക്കാൻ പറ്റുന്ന ലളിതമായി ആക്കിയാനായിരിക്കണം എന്നാണ്. അപ്പോൾ കഥ അത്രയും ലളിതമാക്കിയാണ് എഴുതിയിട്ടുള്ളത്, വായിക്കുന്നവർക്കൊരു സംശയം ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ. അപ്പോൾ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇനി വന്നു തുടങ്ങുന്നുള്ളൂ. ഇപ്പോൾ ടീച്ചേഴ്സ് വായിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു എല്ലാ പ്രായക്കാർക്കും വായിക്കാവുന്ന, അങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള ലളിതമായ രീതിയിൽ എഴുതി എന്ന് പറഞ്ഞല്ലോ. അത് ശരിക്കും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ ചിലതൊന്നും നമുക്ക് അങ്ങനെ ദഹിക്കില്ല. പല പ്രായക്കാർ അല്ലെങ്കിൽ പല ടേസ്റ്റ് ഉള്ളവരുണ്ടായിരിക്കും. എന്നാലും അധികം വായനാശീലം ഇല്ലാത്തവരും ഇപ്പൊ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഇക്കാലത്ത് അങ്ങനെയുള്ള പുസ്തകങ്ങളും ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ അങ്ങനത്തെ ഒരു ടച്ച് വരുന്ന പുസ്തകമാണ് ഇത്. അതായത് അങ്ങനെ പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ വായനാശീലം കാര്യമായിട്ടില്ലെങ്കിൽ പോലും വായിക്കാൻ ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു എഴുത്തൊക്കെ ഇതിലുണ്ട്. അതുപോലെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഇതുപോലെ വായിക്കാനായിട്ട് സുഖമായിട്ട് വായിക്കാനുള്ള ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പുസ്തകം തന്നെയാണ് ജെല്ലിക്കെട്ട്. അപ്പൊ ഇതുപോലുള്ള അല്ലെങ്കിൽ ഇതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥകൾക്കായിട്ട് ഞങ്ങൾ ഇനിയും കാത്തിരിക്കുകയാണ്. ഇനി പുതിയ പുസ്തകങ്ങളിലും ഇതുപോലെ നല്ല രസമായിട്ട് വായിക്കാനുള്ള ഒരുപാട് കഥകൾ ഉണ്ടാവട്ടെ, അത് എഴുതാനുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി.